my dear ones, welcome to A Plus Training Solutions. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്നും 2022 നമ്മളോട് ചോദിച്ചിട്ടില്ല കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് സെഷൻ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് അതിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. സോ ഇതൊരു ഡീറ്റെയിൽഡ് സെഷൻ തന്നെയാണ്. ഈ ഒരു സെഷൻ അനാലിസിസിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഈ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട്. സോ ഒരുപാട് പേര് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും. സോ നിങ്ങളെ സംബന്ധിച്ചും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ വി ഹാവ് ടു മൂവ് ടു അവർ സെഷൻ ഫോർ ഫർദർ ഡീറ്റെയിൽസ്. സോ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൊഡക്ഷൻ ഏരിയ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു. സോ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലെ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ചാൾസ് കോബ് ആൻഡ് പോൾ ഡഗ്ലസ് എംപിരിക്കലി പ്രൂവൻ ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഈ ഒരു CD ഫംഗ്ഷൻ എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വാരിയസ് പ്രോപ്പർട്ടീസ് ഓൾസോ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എടുത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻ 0, ഇൻഫിനിറ്റി, 1 ആൻഡ് ഇൻ ബിറ്റ്വീൻ 0 and 1. ഇവിടെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി അറിയുമെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. CD ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C, 1 ആണ് കറക്റ്റ് ആൻസർ. കാരണം യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും പ്രൊഡക്ഷന്റെ പാർട്ടിൽ നിന്നും തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച്. സോ ഇവിടെ പ്രൊഡക്ഷനിലെ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഒക്കെ ഷോർട്ട് റണ്ണിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കേർവ്സിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ്. സോ ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ MP-യുടെയും DP-യുടെയും വാല്യൂ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വി ഹാവ് ദി ഓപ്ഷൻ A, MP increases or marginal product increases, B, marginal product decreased, C, marginal product is at its maximum, and option D, marginal product becomes 0. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ലേബർ അല്ലെങ്കിൽ ഇൻപുട്ടിൽ ഒരു യൂണിറ്റ് അഡീഷൻ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ടോട്ടൽ പ്രൊഡക്റ്റിൽ അതൊരു അഡീഷൻ ഉണ്ടാക്കുന്നു, ആ ഒരു ഇൻക്രിമെന്റൽ ചേഞ്ചിനെ കാണിക്കുന്നതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കർവിന്റെ കർവേച്ചറിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ C അല്ലെ, മാർജിനൽ പ്രൊഡക്റ്റ് അതിന്റെ മാക്സിമം പോയിന്റിലായിരിക്കും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. TP എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിന് ശേഷം ഒരു ഡിക്ലൈനിങ് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും എന്നുള്ള, ഇൻപുട്ടിലെ അഡീഷൻ ഒരു ഡിക്ലൈനിങ് രീതിയിലാണ് ഇഫക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. MP അതിന്റെ മാക്സിമത്തിൽ എത്തുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Then next question is from the part of theory of consumer behavior. അതിലെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ടു ഗുഡ്സ് were perfect complements, their indifference curves would be. സോ ഒരു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ പഠിക്കുമ്പോൾ അതിലെ നോർമൽ ഇൻഡിഫറൻസ് കർവ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ എക്സെപ്ഷണൽ കേസസും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നോർമൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. പക്ഷെ അങ്ങനെയല്ലാത്ത ഡിഫറെന്റ് ഷേപ്പ് ഉള്ള ഇൻഡിഫറൻസ് കർവ്സിന്റെ കേസസും ഓൾസോ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ ഇവിടെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ഗുഡ്സ് ആണ് രണ്ട് ഗുഡ്സ് എങ്കിൽ അതിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഗുഡ്സിനെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ കാർ ആൻഡ് പെട്രോൾ അല്ലെങ്കിൽ ഷൂ ആൻഡ് സോക്സ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ രണ്ടും ഒരുമിച്ചാണ് അതിനൊരു നിലനിൽപ്പുള്ളത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ A, റൈറ്റ് ആംഗിൾ, ഓപ്ഷൻ B, പാരാബോളിക്, ഓപ്ഷൻ C, സ്ട്രേറ്റ് ലൈൻസ്, ഓപ്ഷൻ D, റെക്ടാംഗുലർ ഹൈപ്പർബോലാസ്.
സോ ഇതിലെ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും. സോ ഒരു 90 ഡിഗ്രി എൽ ഷേപ്ഡ് കേർവുകൾ ആയിരിക്കും പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ ഇൻഡിഫറൻസ് കേർവ്സ് എന്ന് പറയുന്നത്. The next question is from the part of theory of consumer behavior also. ഒരു given good എന്ന് പറയുന്ന ഒരു ഗുഡിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. For a given good, option A, negative substitution effect outweighs positive income effect. Option B, positive income effect outweighs negative substitution effect. Option C, negative income effect outweighs positive substitution effect. Option D, positive substitution effect outweighs negative income effect. സോ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആക്കി നമ്മൾ ഒരുപാട് തെറ്റിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ഗുഡിന്റെയും കേസസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗിഫൻ ഗുഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗുഡിന്റെ കേസ് നമുക്കറിയാം അല്ലെ. ലോ ഓഫ് ഡിമാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഗിഫൻ ഗുഡിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുത്തുന്നത്. സോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഗുഡ്സിന്റെ ഒക്കെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ആണ്. then ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഔട്ട്വെയ്സ് ദി പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എപ്പോഴും നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. The next question is from the part of macroeconomics. Also ഇത് കൊമേഴ്സിന്റെ ഒക്കെ ഏരിയയുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് തിയറീസിൽ വരുന്നത് കൊണ്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു എക്കണോമിക്സിന്റെ പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. ദി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് ഇസ് അച്ചീവ്ഡ് വെൻ ദി യൂസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു. സോ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അവിടെ നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തി എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം എന്നുള്ളതാണ് ആ കണ്ടീഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ഓപ്ഷൻ എ ഇൻട്രസ്റ്റ് റേറ്റ്, ഓപ്ഷൻ ബി ദ ഡിപ്രിസിയേഷൻ റേറ്റ്, സി ടോബിൻസ് ക്യൂ ആൻഡ് ഓപ്ഷൻ ഡി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഇവിടെ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. MPK is equal to use of cost of capital ആകുമ്പോഴാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്തു എന്നൊരു ഫേം ഡിസൈഡ് ചെയ്യുന്നത്. The next question is also from the part of macroeconomics. ഇത് നൈറു എന്ന് പറയുന്ന ഫിലിപ്സ് കർവ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇതിന് നമ്മൾ ഒരു അബ്രിവിയേഷൻ കൊടുക്കുന്നതാണ് നെയ്റു എന്നുള്ള രീതിയിൽ. ഇത് എന്താണ് മീൻ ചെയ്യുന്നത്? ഈ ഒരു ടേം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? And we have the option A, rate of inflation which makes the rate of unemployment zero, a rate of unemployment for which change in the rate of inflation is zero, and a rate of inflation for which the change in rate of unemployment is zero, and the rate of unemployment which is equal to the rate of inflation. So ഇവിടെ നൈറു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോങ് റൺ ഫിലിപ്സ് കർവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മിൽട്ടൺ എസ് ഫ്രീഡ്മാനും ഫെൽപ്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടെയാണ്. ലോങ് റൺ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് വേർട്ടിക്കൽ ആയിരിക്കും. കാരണം ഫിലിപ്സ് കർവ് നോർമലി പറയുന്നത് ഒരു ട്രേഡ് ഓഫ് ആണ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ബട്ട് ലോങ് റണ്ണിലെ ഇങ്ങനെ ഒരു ട്രേഡ് ഓഫ് ഇല്ലാത്തതിന്റെ റീസൺ തന്നെയാണ് ഈ നൈറു എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെയുള്ള ഒരു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡീസലറേറ്റിംഗ് ഓർ നോൺ ആക്സലറേറ്റിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ അവിടെ സീറോയും ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. എ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫോർ വിച്ച് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് സീറോ. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് തോട്ടിലെ മാക്രോ എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തിയറീസ് ആൻഡ് പ്രൊപ്പൗണ്ടേഴ്സ് ദെൻ ആ ഒരു ഇക്കണോമിക് തോട്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയസ് ഇക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്ത ആൻസേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻ എ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് റോബർട്ട് ലുക്കാസ്, B, multiple effects of balanced budget, T.H. Havelmore, C, new Keynesian economics, Paul Romer, option D, permanent income hypothesis, Milton S. Friedman.
സോ ഇവിടെ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് റോബർട്ട് ലൂക്കാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. കാരണം ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ലൂക്കാസ്, ബാരോ, അതുപോലെ തോമസ് സർജന്റ്, ഇവരൊക്കെ ന്യൂ ക്ലാസിക്കൽസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ മൾട്ടിപ്പിൾ ഇഫക്ട് ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രൊഫൗണ്ട് ചെയ്തത് ടി.എച്ച്. ഹെവൽമോ തന്നെയാണ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പോൾ റോമർ, ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റോങ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. കാരണം ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന എക്കണോമിസ്റ്റുകളിൽ പോൾ റോമർ എന്നുള്ള ഒരു പേരില്ല, പകരം ഡേവിഡ് റോമർ ഉണ്ട്. അപ്പോ എന്തൊരു ട്വിസ്റ്റഡ് ആയിട്ടാണല്ലേ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് നെയിമിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡേവിഡ് റോമർ, അതേപോലെ തന്നെ മാൻക്യൂ, ഗോർഡൻ, ഇവരൊക്കെയാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ദെൻ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മിൽട്ടൺ എസ് ഫ്രീഡ്മാൻ. സോ ഇവിടെ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല പോൾ റോമർ. പോൾ റോമറിന്റെ പേര് നമ്മൾ എവിടെയാ പഠിക്കുന്നത്? ഗ്രോത്ത് തിയറീസിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. ന്യൂ ഗ്രോത്ത് തിയറി, എൻഡോജനസ് ഗ്രോത്ത് തിയറിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പോൾ റോമറിന്റെ നെയിം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ മാക്രോയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഡയറക്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ വൈസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. A negative relationship between the gap between actual GNP and its strength and the difference between actual unemployment rate and its equilibrium value is called. So we have the option A, aggregate supply curve, B, Okun's law, C, natural rate of unemployment, D, Phillips curve. സോ കറക്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു ഡെഫിനിഷൻ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ആക്ച്വൽ GNPയും അതിന്റെ ട്രെൻഡും തമ്മിലുള്ള ഗ്യാപ്പും, ദെൻ ആക്ച്വൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതിന്റെ ഇക്വിലിബ്രിയം വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയ്ക്കേണ്ടി വരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. സോ ഇത് കാണിക്കുന്ന ആ ഒരു റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ ഈ തന്നിട്ടുള്ള ഓപ്ഷനിലെ ഒരു ആൻസറിന്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഒക്കുൻസ് ലോ. എന്താണ് ഒക്കുൻസ് ലോ എന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ കറക്റ്റ് ഒരു ഡെഫിനേഷൻ തന്നെയാണ് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Then next question is from the part of quantitative methods for economic analysis. QT പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. If the mean and variance for a given distribution is 8 and 0.25, the coefficient of variation will be. So mean value നമുക്ക് തന്നിട്ടുണ്ട് 8 ആണെന്ന്, then variance നമുക്ക് തന്നിട്ടുണ്ട് 0.25. then coefficient of variation കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇവിടെ QT പഠിക്കുമ്പോൾ നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം എന്താണ്, കറക്റ്റ് ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒരുവിധം ഒക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്രത്തോളം ടാസ്ക് ഉള്ള ഒരു പരിപാടിയല്ല. കറക്റ്റ് അത് ഇട്ടുകൊടുക്കുക, ആ ആൻസറിലേക്ക് എത്താം, അത്രേ ഉള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീനും വാരിയൻസും യൂസ് ചെയ്ത് എങ്ങനെ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷന്റെ ഇക്വേഷൻ എന്താണ്? അത് ആദ്യം അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ് മെയിൻ വാല്യൂ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. വാരിയൻസ് 0.25 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പൊ അവിടെ വേറൊരു കോൺസെപ്റ്റും കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അവിടെ മനസ്സിലാക്കണം. സോ സ്ക്വയർ റൂട്ട് ഓഫ് ഈ 0.25 എന്ന് പറയുന്നത് 0.5 ആണ്, വിച്ച് മീൻസ് 0.5 into 0.5 അല്ലെ 0.25 എന്ന് പറയുന്നത്. സോ ഇത് ഡിവൈഡഡ് ബൈ 8 into 100 ചെയ്താൽ കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 6.25% ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ മീൻ ആൻഡ് വാരിയൻസ് യൂസ് ചെയ്ത് കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? സോ കൃത്യമായിട്ട് ആ ഒരു ടേമിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്കണോമെട്രിക്സിലെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ വാരിയസ് അസംഷൻസ് ഉണ്ട്. അതിന്റെ ഒരു അസംഷൻ ആണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. അതിന്റെ വയലേഷൻ ആണ് ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഈക്വൽ എന്നല്ലേ. നമ്മൾ ഒരുപോലെ അല്ലാത്തതിനെയാണ് ഹെട്രോജനസ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്. സ്കെഡാസ്റ്റിസിറ്റി മീൻസ് വാരിയൻസ്. അപ്പൊ അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ അല്ലാത്ത എന്തോ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണെന്ന് നമുക്ക് ആ ഒരു മീനിങ് ആ ഒരു ടേം വെച്ച് തന്നെ നമുക്ക് കിട്ടി.
So the variance of the error term is not constant. The variance of the dependent variable is not constant. The errors are not linearly independent of one another. The errors have non-zero mean. So ഇവിടെ correct ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The variance of the error term is not constant. So homoscedasticity എന്ന് പറയുന്ന ഒരു assumptionന്റെ വയലേഷൻ ആണ്. ഹോമോസ്കിഡാസ്റ്റിസിറ്റിയിൽ നമ്മൾ പറയുന്നുണ്ട് വാരിയൻസ് ഓഫ് ദി എറർ ടേം ഇസ് ഈക്വൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന്. സോ ഇവിടെ അതിന്റെ ഒരു ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. Then another question is also from the part of quantitative methods and economic analysis. ഇത് ചോദിച്ചിട്ടുള്ളത് എന്താ, അരിത്മെറ്റിക് മീൻ ആൻഡ് മോഡ് വാല്യൂ തന്ന് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മീൻ വാല്യൂ 45 ആണെന്ന് തന്നിട്ടുണ്ട്, മോഡ് 48 ആണ്. സോ മീനും മോഡും തന്നിട്ട് മീഡിയൻ എങ്ങനെ കാണുമെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ 3 മീഡിയൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് മോഡ് ആണ് എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. കാരണം മീനിന്റെ വാല്യൂ 45 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് ഈസ് ഈക്വൽ ടു 48 ആണ്. സോ 3 മീഡിയൻ ഈസ് ഈക്വൽ ടു 2 into 45 plus 48. So 90 plus 48 is equal to 138 കിട്ടി. Then 3 മീഡിയൻ എന്നുള്ളതിലെ മീഡിയൻ അവിടെ നിർത്തി. Then കിട്ടിയ ആൻസറിനെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റു 3 എന്നുള്ള പോർഷൻ വലത്തെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 138 ഡിവൈഡഡ് ബൈ 3 ആവും. Then നമുക്ക് ആൻസർ കിട്ടും 46 is the right answer. Then next ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പാർട്ടിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. In Solow's growth model, the output per capita is a function of. So സോളോവിന്റെ ഗ്രോത്ത് മോഡലിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലിൽ നമ്മൾ ഒരുപാട് ഗ്രോത്ത് മോഡൽസ് പഠിക്കുന്നുണ്ട് അല്ലെ. സോ അതിലെ നിയോ ക്ലാസിക്കലിൽ വരുന്നതാണ് സോളോവിന്റെ ഗ്രോത്ത് മോഡല്. അതനുസരിച്ച് ആ ഒരു ഗ്രോത്ത് മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ്. സോ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ എന്തിന്റെ ഫംഗ്ഷൻ ആണ് സോളോയുടെ ഗ്രോത്ത് മോഡൽ പ്രകാരം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻ ലേബർ ഔട്ട്പുട്ട് റേഷ്യോ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, സി ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആൻഡ് ഡി ടെക്നിക്കൽ പ്രോഗ്രസ്. സോ ഇതൊരു ഇക്വേഷൻ വൈസ് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോളോയുടെ ഗ്രോത്ത് മോഡൽ പ്രകാരം ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ക്യാപിറ്റൽ ലേബർ റേഷ്യോ, കെ ബൈ എൽ റേഷ്യോ ആണ് അല്ലെ. ക്യൂ ബൈ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ കെ എന്ന് പറയുന്നത് കെ ബൈ എല്ലിന്റെ റേഷ്യോയുടെ ഇക്വലന്റ് ആണ് എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ സോളോന്റെ ഗ്രോത്ത് മോഡലിൽ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഫംഗ്ഷനിന് നമ്മളോട് തന്നിട്ട് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു അനാലിസിസ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.